ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസിൻ്റെ ഇമേജസ് ആണ്. 1 2 3 3 പൈൽസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് യൂണിവേഴ്സിൻ്റെ പവർഫുൾ മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അർജൻറ്റ് മെസ്സേജ് എന്താണ് എന്നുള്ളൊരു മെസ്സേജാണ്. സോ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ഓർക്കുക, ഇത് ഒരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ്. പേഴ്സണൽ ടാരോട്ട് റീഡിങ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. 1 റോസ് ക്വാർട്സ് ആണ്, 2 ക്രിസ്റ്റൽസ് ആണ് വെച്ചിരിക്കുന്നത്, 2 സിട്രൈൻ സ്റ്റോൺ, 3rd 1 ക്ലിയർ ക്രിസ്റ്റലാണ്. ഓക്കെ, ഇതിൽ 3 നിങ്ങൾക്ക് ഏതിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കണ്ണടയ്ക്കുക, ബ്രീത്തിങ് ചെയ്യുക, 2-3 ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മൈൻഡ് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിച്ച് ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റീഡിങ് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് മെസ്സേജാണ്. നിങ്ങൾക്കിതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. അഥവാ നിങ്ങൾക്കത് റെസൊണേറ്റ് ആയില്ലേ എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് ഒരു റീഡിങ് മാത്രമായിട്ട് അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളടുത്ത യൂണിവേഴ്സ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ പഴയ, നിങ്ങൾ മറന്നു പോയ അല്ലെങ്കിൽ മുന്നേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ ഡ്രീംസ്, സ്വപ്നങ്ങൾ, കാര്യങ്ങൾ ചെയ്യാൻ പകുതി വഴിക്ക് വെച്ചിട്ട് പോയ ചില കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്, എഫേർട്ട് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, എഫേർട്ട് എടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ആലോചിക്കാതെ ചെയ്യുക എന്നല്ല അതിൻ്റെ മീനിങ്. അതിനുവേണ്ടി ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. ഓക്കെ, മാനസികമായിട്ട് നിങ്ങളൊന്ന് ഓക്കെ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള പൈസ കാര്യങ്ങളൊക്കെ വേണം ഇല്ലേ? അപ്പോൾ അതൊന്നും പെട്ടെന്ന് റെഡിയായി വരുന്നില്ലെങ്കിലും നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയ സ്വപ്നം ഉപേക്ഷിക്കേണ്ടതല്ല, അത് ആക്ഷനിലോട്ട് കൊണ്ടുവരേണ്ടതാണ് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് റിലേഷൻഷിപ്പിൽ സംബന്ധമായിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത്, നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ്, ഓക്കെ, അൺകണ്ടീഷണൽ ലവ് മെസ്സേജാണ് വന്നിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളെ വിട്ടുപോയ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു പാറ്റേണിൽ വീണ്ടും അഡിക്റ്റഡ് ആയിട്ട് പോവാതിരിക്കുക. ഓക്കെ, പഴയ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്ന് വിചാരിച്ച് നമ്മളെല്ലാം സഫർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് പാറ്റേൺസ് ഒക്കെ, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ, അവർ നമ്മളിലേക്ക് തരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജീസ്, അബ്യൂസീവായിട്ടുള്ള ആക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ബിഹേവിയർ, ഇതൊന്നും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പഴയ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. അപ്പോൾ ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു വിൽ പവറിന് വിട്ട് തരാനാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് കിട്ടുന്നത്. സോ ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ, വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ചില ആൾക്കാരുടെ ആ ഒരു എനർജി നിങ്ങളിപ്പോൾ പിക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ നിങ്ങളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങളൊരിക്കലും പഠിച്ച പാഠം മറക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ എനർജി പോലും, നെഗറ്റീവായിട്ടുള്ള എനർജി പോലും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില ആൾക്കാരുടെ കർമ്മ അത് അവർ സഫർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ആ ഒരു സൈക്കിക് അറ്റാക്ക് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ വരാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത്. ഒരു ഇന്നർ ഹാർമണി, നിങ്ങളോട് തന്നെയുള്ളൊരു അൺകണ്ടീഷണൽ ലവ്, ഹീലിംഗ് ഒക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഇന്നർ പീസ്, കാം, സെൽഫ് ലവ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയമാണ്. അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക.
ഓർക്കുക, നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ജീവിതത്തിൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഓക്കെ, ചില കാര്യങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള മാറ്ററായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണാതെ എപ്പോഴും നിങ്ങളെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ചിലപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്ത് ജീവിച്ച് എന്നിട്ടും പോലും നിങ്ങൾക്ക് ആ ഒരു അർഹിക്കുന്ന വാല്യൂ തരാത്ത ആൾക്കാരുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരം ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഫിസിക്കലി നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് ഒരു കയ്യകലം ഡിസ്റ്റൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്ന ആൾക്കാരുടെ കൂടെ സമയം ചിലവഴിക്കാതിരിക്കുക. ചില ആൾക്കാർ ഇപ്പോഴും പഴയ ആ ഒരു പാറ്റേൺ റൂട്ടീനിൽ ഇപ്പോഴും ആ ഒരു പഴയ അതേ അവസ്ഥയിൽ തന്നെ വീണ്ടും ലോക്കായി പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ലോക്കായതല്ല, നിങ്ങളുടെ ആ ഒരു വിൽ പവർ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിൽ പവർ, നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളത് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനാണ് കംഫർട്ട് സോൺ എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, ഇതൊരിക്കലും കംഫർട്ട് സോൺ അല്ല. നിങ്ങൾക്ക് വേദന തരുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. ഓക്കെ, പല കാര്യങ്ങളും പലർക്കും പലതരത്തിലുള്ള തടസ്സങ്ങൾ, ചിലപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു തോട്ട് വരുന്നുണ്ട്. സോ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. വെയിറ്റ് ഫോർ ദ ഡിവൈൻ ടൈം. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ മെസ്സേജാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ വിജയം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോവാതിരിക്കുക. ഓക്കെ, നമ്മൾ എത്രത്തോളം അതിൻ്റെ മേലെ എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു വിജയം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് മെഡിറ്റേഷൻ, പ്രയർ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. ഓക്കെ, പിന്നെ മനസ്സിലാക്കാം, ഒരുപാട് പേര് ഇതേപോലെ പല പല ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു വിജയം. ഓക്കെ, അപ്പോൾ മുമ്പിലുള്ള ആ ഒരു വിജയത്തെ നിങ്ങൾ മനസ്സിൽ കാണാം, മുമ്പോട്ട് പോകാൻ ശക്തി നേടാം, പ്രാർത്ഥിക്കാൻ നന്നായിട്ട്. അപ്പോൾ കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാലൻസ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ തലത്തിലൊരു ബാലൻസാണ് വരുന്നത്. ഓക്കെ, അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റി, ഒരുപാട് സന്തോഷം, സമാധാനമൊക്കെ വന്നു ചേരും. നിങ്ങൾ പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ തയ്യാറാവുന്നതാണ്. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോൺ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ആ ഒരു ഹാർട്ട് ചക്ര ക്ലൻസിങ്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സ്റ്റേജാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈല് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് കരുതുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ എനർജി ക്ലെയിം ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പൈൽ സിട്രൈൻ സ്റ്റോൺ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മണി, ഒരുപാട് അബൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു അട്രാക്ഷനാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ ഈ അടുത്ത നാളുകളായിട്ട് എന്തെങ്കിലും ഗോൾഡ്, എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഗോൾഡ് ആണ്, എന്താണെന്ന് അറിയില്ല. ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പണയം വെച്ച സ്വർണം കാര്യങ്ങൾ തിരിച്ചെടുക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന തിരക്കായിരിക്കും. ഓക്കെ, പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്താണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം നെഗറ്റീവ് മൈൻഡ് സെറ്റ്. മേ ബി ഇത് കുറേ നാളുകളായിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു വന്നതുകൊണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്നതുകൊണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ ഒക്കെ വെറുതെയാണ്, ഞാനിങ്ങനെ വെറുതെ കഷ്ടപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കും. ചിലപ്പോൾ അത് മുജ്ജന്മ കർമ്മ സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ്, നിങ്ങൾ പല ആൾക്കാർക്കായിട്ട് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അത് അറിവായാലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പായാലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പാത്രം അറിഞ്ഞ് മാത്രം ദാനം ചെയ്യുക എന്നൊരു സന്ദേശം എനിക്ക് തരാൻ
തോന്നുന്നു. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കണ്ട എന്നല്ല, പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹെൽപ്പ് മറ്റുള്ളവർ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒട്ടും നന്ദിയില്ലാത്തതായിട്ട് നിങ്ങൾ നേരെ കാണിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്താൽ അതിന് വേണ്ടിയിട്ട് അതിന് തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ തീരെ നിങ്ങളെ നന്ദിയില്ലാത്തൊരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ലാത്തൊരു രീതിയിൽ നിങ്ങളെ തള്ളിക്കളയുന്ന അങ്ങനെയുള്ള പ്രകൃതമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളടുത്ത് വീണ്ടും കടന്നു വരുന്ന ഒരു വിധത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ വീണ്ടും സഹായിക്കാൻ പോവാതിരിക്കുക. ഓക്കെ, ഇത് നിങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നെയും നിങ്ങളെ അവരൊന്നുമല്ലാത്ത രീതിയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാരെ നിങ്ങൾ വീണ്ടും അവരിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജി, ഇത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ എനർജിയുടെ കാര്യത്തിലായാലും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അവർ കടമെടുക്കുന്നുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവ് ഓറ അവർ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് കടന്നു വരാൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നൊരു സന്ദേശം എനിക്ക് തരാനുണ്ട്. ഓക്കെ, ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ, മറ്റുള്ളവർ എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, എന്ത് റിസ്ക് എടുത്തും ചെയ്തു കൊടുക്കാൻ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പലരെയും സഹായിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തേനെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും യൂണിവേഴ്സ്, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടി കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് സ്പിരിച്വൽ എനർജി ആയാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ എനർജി ആയാലും എല്ലാം എനർജി തന്നെയാണ്. അപ്പം അതിന് ആവശ്യമുള്ളവർക്ക് മാത്രം നിങ്ങൾ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളൊരു യൂസ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ സ്വീകരിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അവസ്ഥ തുറന്നു പറയാനുള്ളൊരു ധൈര്യക്കുറവുണ്ടാവാം. ഓക്കെ, പിന്നെ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ വാതിൽ വന്ന് മുട്ടുന്നുണ്ടാവാം. ഓക്കെ, ചിലർക്കത് ജോലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പലതരത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കത് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ശരിയാവോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ സ്വയം അവനവൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ചിലരുടെ ലൈഫിൽ ഒരുപാട് പേര് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഇന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു മെസ്സേജ് കാണുന്ന അന്ന് ഓക്കെ, ഓർത്തെടുത്ത് അവർക്കൊക്കെ മനസ്സുകൊണ്ടൊരു നന്ദി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വലിയ അവസരങ്ങൾ, വലിയ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. കൂടാതെ സഹായം ചോദിച്ചു വരുന്നവരെ മടക്കാത്തൊരു പ്രകൃതമാണ് നിങ്ങളെന്ന് പറഞ്ഞു ഞാൻ. തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സഹായം തുടർന്ന് കൊണ്ടുപോവുക. ചിലപ്പോൾ ഒരു ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് അറിവായിരിക്കും, നോളജ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ട്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഒന്നും വാങ്ങിക്കാതെ ചെയ്യുന്ന സേവനമായിരിക്കാം. അത് തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനോടുകൂടെ നിങ്ങളുടെ അറിവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും തുടർന്ന് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. യൂണിവേഴ്സ് അതിലൊരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി അഥവാ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സഹായം ചെയ്ത് എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഒന്നുമല്ലാത്ത രീതിയിൽ ഇവരുടെ കടന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ, അതിന് പകരമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീഴാതെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, പ്രശ്നങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള ഒരു പ്രതിഫലം തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം. തേർഡ് ക്രിസ്റ്റൽ, ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റൽ സെലക്ട് ചെയ്താൽ, തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ
കരിയർ സംബന്ധമായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ്, പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയല്ല, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ ആ ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്വന്തം ചോദിക്കുക, ഉത്തരം യൂണിവേഴ്സിന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജായിട്ട് വരുന്നത് ഫോർഗെറ്റ് അബൌട്ട് യുവർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മറക്കുക. കുറച്ച് നേരം നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അത് ചിലപ്പോൾ ബുക്ക് വായിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ഒരു ബുക്കിലൊരു പേജ് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിലിം കാണുന്നതായിരിക്കാം, എന്തോ ആവട്ടെ. ചിലപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ അമ്പലങ്ങളിൽ, നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയിട്ട് കുറച്ച് നേരം ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുന്നതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് നേരം സമയം കണ്ടെത്താൻ തയ്യാറെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ കുറേ നാളുകളുടെ എന്തെങ്കിലുമൊക്കെ ഫാമിലി ടുഗദർ, ഗെറ്റ് ടുഗദർ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്പിരിച്വൽ വർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ വീണ്ടും അതൊക്കെ ഒന്ന് ഏറ്റെടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ആരുടെ ഉത്തരവാദിത്തങ്ങൾ? മറ്റുള്ളവരുടെ അല്ല, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊരു സ്പെഷ്യൽ മെസ്സേജായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പഴയ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും എന്താണോ സ്വയം ചിന്തിക്കുക, ആലോചിക്കുക. ചില ആളുകൾ ഒരുപാട് നാളുകളായിട്ട് ഐസൊലേറ്റഡ് പോയൊരവസ്ഥ, അതായത് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരിക്കാം. മേ ബി കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ചില ആൾക്കാരുടെ എനർജി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിളാവുന്നതായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത് വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നിങ്ങളുടെ പഴയ വാല്യൂസുമായിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു അവസരമായിട്ട് എടുക്കുക. ഒരുപാട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന് ചിന്തിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീണ്ടും പഴയ അവസ്ഥകളിലേക്ക് കണക്ട് ചെയ്യുക. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഇന്നർ പീസ് ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടായാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായാലും കൃത്യമായിട്ടുള്ള ഡെസിഷൻസ് കോൺഫിഡൻസോടുകൂടി എടുക്കുക. ചില പ്ലാനിങ്സ് അത്യാവശ്യമാണ്. എനർജി, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എനർജി റീചാർജ് ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഓക്കെ, ബാറ്ററി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി നിങ്ങൾ സ്വയം റീചാർജ് ചെയ്യുക, സംഭരിക്കുക, ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, പ്രാർത്ഥന, മെഡിറ്റേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബ്രീത്തിങ് എക്സസൈസ് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പ്രാണായാമം ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊരു സ്പെഷ്യൽ മെസ്സേജാണ്. ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റിയും ബാലൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.